ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ജൂൺ 3 നമ്മുടെ അംഗനവാടി കുട്ടികളൊക്കെ പ്രവേശനോത്സവത്തിൻ്റെ ദിവസമാണ് കേട്ടോ. പണ്ടൊക്കെ കുട്ടികളിങ്ങനെ അംഗനവാടിയിൽ പോകുന്നതൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പുതിയ ബാഗും പുതിയ ഉടുപ്പും അതുപോലെ പുതിയ ചെരുപ്പ്, കുട അതൊക്കെ ആയിട്ട് അവരിങ്ങനെ പോകുന്നത് കാണാൻ തന്നെ നല്ലൊരു ചേലാണല്ലേ. അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു. ഇന്നിപ്പോൾ ഇതാ അതിലേറെ എക്സൈറ്റ്മെൻറ്റോടെയാണ് ഞാൻ ഷാനൂട്ടിനെ ഒരുക്കുന്നത് കേട്ടോ. നമ്മുടെ സ്വന്തം കുഞ്ഞിനെ അംഗനവാടിയിലേക്ക് പറഞ്ഞിടുമ്പോൾ ഏതൊരു അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ ആഗ്രഹമായിരിക്കും. പിറ്റേന്ന് ലോകത്തിലേക്കുള്ള നമ്മുടെ കുരുന്ന് മക്കളുടെ ആദ്യ ചുവടുവയ്പ്പ് നമ്മളിങ്ങനെ നോക്കിയിരിക്കും അല്ലേ. അതേപോലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും. അവന് വേണ്ടതൊക്കെ ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ മുൻകൂട്ടി ഒരുക്കി വെച്ചിരുന്നു കേട്ടോ. ഇത് ഞാൻ തലേന്നെല്ലാം റെഡിയാക്കി വെച്ചിരുന്നതാണ് ബാഗിൽ. സത്യം പറഞ്ഞാൽ ഇന്ന് പ്രവേശനോത്സവമാണോ ഒന്നും കൊണ്ടുപോകണ്ടെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. കുട്ടികളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് അവർ വീടുകളിലേക്ക് തന്നെ പറഞ്ഞേക്കും. പിന്നെ നാളെ മുതൽ എത്തി തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ ഇതൊക്കെ ഇട്ട് പോകുമ്പോഴത്തേനും ഭയങ്കര കൊച്ചിനാണെങ്കിലും കാണുന്ന നമുക്കാണെങ്കിലും ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഇതാ എല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാഗിൽ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ വാങ്ങി വെച്ചിരുന്നു. എന്തോ കുരുത്തത്തിന് ഇന്ന് രാവിലെ തന്നെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് റെയിൻകോട്ട് അങ്ങനെ തന്നെ ബാഗിൽ മടക്കി വെച്ചിട്ടുണ്ട്. ചെറിയ മഴയ്ക്ക് പെയ്താൽ നമുക്ക് കുടയും ഉപയോഗിക്കാമെന്ന് ഓർത്ത് കുടയും ഉണ്ടായിരുന്നു കേട്ടോ. അതും പിടിച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ. അങ്ങനെ എന്താ പുതിയ ഉടുപ്പൊക്കെ ഇടിപ്പിക്കുകയാണ് ഷാനൂട്ടനെ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവനെ ഇങ്ങനെ ഒരുക്കി കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ അവനും ഞാൻ ഹാപ്പി ആയിട്ടാണ് ഒരുക്കുന്നതും ഒക്കെ കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ നാളെ ഇനി എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. ഇന്ന് നമുക്ക് ഓൾറെഡി അറിയാം, ടീച്ചർ പറഞ്ഞിരുന്നു പിള്ളേരെ ജസ്റ്റ് അങ്ങനെ ഇരുത്താനൊന്നും നോക്കൂല, നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പറഞ്ഞയക്കും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു സന്തോഷവും ഹാപ്പിനെസ്സൊക്കെ ഉണ്ടായിരുന്നു. ഷാനൂട്ടൻ കരച്ചിലൊന്നും ഉണ്ടാവില്ല എന്ന ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ അവിടെ നിർത്തി പോരുമ്പോൾ ഫസ്റ്റ് ഡേ ആണല്ലോ, എനിക്ക് എന്താവും എന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവനെ വേഗം ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് അവന് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ടൊക്കെ കേട്ടോ ഞാൻ റെഡിയാക്കുന്നത്. അവനെ അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ലേറ്റായിപ്പോയി. പിന്നെ അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ. അങ്ങനെ ഷാനൂട്ടിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ കഴുകി ഏട്ടൻ വെള്ളമൊക്കെ എടുത്ത് വെക്കുകയാണ്. അവന് സത്യം പറഞ്ഞാൽ പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ കുട ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ ഏട്ടൻ വെള്ളം നിറക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പകുതി നിറച്ചാൽ മതി ഏട്ടാ, വല്ലാണ്ട് നിറയ്ക്കണ്ട, അവന് കഴുത്തിൽ തൂക്കിയിടാനുള്ളതല്ലേ, വെയിറ്റ് ആവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പകുതി നിറച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പകുതിയൊക്കെ നിറച്ചു. അങ്ങനെ ഏട്ടനും ഷാനൂട്ടനും ചായയൊക്കെ കുടിച്ചതായിരുന്നു. ഞാൻ പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ബെൻസി റവയുടെ ഉപ്പുമാവും അതുപോലെ പാൽക്കാപ്പിയായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഷാനൂട്ടനപ്പോൾ കോടയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ. ഈ സന്തോഷം നാളെ കണ്ടാൽ മതിയായിരുന്നു അവളെ നിർത്തിയിട്ട് പോരുമ്പോൾ. അങ്ങനെ അവനറിയില്ലല്ലോ, അവൻ്റെ വിചാരം പോയിട്ട് വേഗം വരാം, അങ്ങനത്തെ ഒരു ഹാപ്പിനെസ്സിലാണ് ആൾ നിൽക്കുന്നത്. അങ്ങനെ 9:30 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ സമയമായി. ഞങ്ങളവിടെ നിന്ന് കുറച്ച് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ അംഗനവാടിയിലേക്ക്. ഏട്ടൻ പറഞ്ഞ് വണ്ടിക്ക് കൊണ്ട് നമുക്ക് നടന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി. അപ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മയും എത്തിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും അവർ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല, പക്ഷേ അവരെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷാനൂട്ടൻ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയൊക്കെ അനുഗ്രഹം വാങ്ങാണ്. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് അങ്ങോട്ട് വീട്ടിൽ പോയി അനുഗ്രഹം വാങ്ങണം, പിന്നെ റെഡിയാക്കിയിട്ട് പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ നല്ലൊരു മഴ പെയ്തു അപ്പോഴേക്കും. അപ്പോൾ ഇനി 2 വീലറിന് അവനായിട്ട് പോകാനായിട്ട് സമയം വൈകുമല്ലോ, അതുപോലെ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഒഴിവാക്കിയതായിരുന്നു. പക്ഷെ അവർ ഇങ്ങടേക്ക് വന്നപ്പോഴേക്കും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ ഷാനൂട്ടൻ്റെ ബാഗൊക്കെ തൂക്കി ഞങ്ങൾ ഇറങ്ങുകയാണ്. ബാഗ് ഞങ്ങൾ പിടിച്ചോളാന്ന് പറഞ്ഞിട്ട് ആൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവന് ബാഗ് തൂക്കി തന്നെ നടക്കണം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ശരിക്കും അവന് ചെറിയൊരു വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു ബാഗിൽ. നമ്മുടെ റെയിൻകോട്ടും അതുപോലെ വാട്ടർ ബോട്ടിലും ഒക്കെ വെച്ചേക്കുന്നുണ്ടിട്ട് പിന്നെ സ്ലേറ്റും പെൻസിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയൊരു വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആളെ സമ്മതിക്കാത്തതുകൊണ്ട് തൂക്കിയിട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ അംഗനവാടി എത്തി. അംഗനവാടിയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ദേവിയമ്പലം ഉള്ളത് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം എന്ന് ഞാൻ മിക്ക വീഡിയോസിലും പറയാറില്ലേ, ആ അമ്പലം. അപ്പോൾ പിന്നെ അതിൻ്റെ വാതിക്കൽ കൂടി പോയിട്ട് എനിക്ക് കയറി തൊഴിക്കാതെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞു ഒന്ന് തൊഴിച്ചിട്ട് കൊണ്ടുവരേന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അവനെ തൊഴിച്ചൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ പ്രവേശനോത്സവത്തിൻ്റെ പരിപാടിയൊക്കെ ആരംഭിച്ചു. നമ്മുടെ കൗൺസിലർ മാഡമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ടീച്ചർ ഇപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അംഗനവാടി ടീച്ചർ കേട്ടോ. രേഷ്മ ടീച്ചർ എന്നാണ് പേര്, രേഷ്മ എന്നാണ് പേര്. അങ്ങനെ ടീച്ചർ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്തമാനം പറയുകയാണ്.
എല്ലാ മാതാപിതാക്കളെയും കുട്ടികളെയൊക്കെ പരിപാടിയിലേക്കൊക്കെ സ്വാഗതം ചെയ്യാണ് ടീച്ചർ. അത്യാവശ്യം ഒരു 10-15ഓളം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം കുട്ടികളൊക്കെ അടങ്ങിയിരുന്നെങ്കിലും പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാനും ഒക്കെ തുടങ്ങി കേട്ടോ. കുട്ടികളല്ലേ, എത്രയെന്ന് വെച്ചാൽ അവരിങ്ങനെ ഇരിക്കാല്ലേ. അത് മാത്രമല്ല, ബലൂണും അതുപോലെ ടേബിളിന്മേൽ തൊപ്പി അതുപോലെ ഓരോന്നൊക്കെ കണ്ടപ്പോഴേക്കും കുട്ടികൾക്ക് അതൊക്കെ വേണമെന്നുള്ള വാശിയിലും ഒക്കെ ആയിട്ടോ. പിന്നെ നമ്മുടെ ആയ, അതായത് നമ്മുടെ അംഗനവാടിയിൽ ടീച്ചറെ സഹായിക്കാനായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ചേച്ചിയും കൂടി ഉണ്ടാവും. ആ ചേച്ചി വേഗം തന്നെ കുട്ടികൾക്ക് ഓരോരോ ബലൂണായിട്ട് കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പിള്ളേരൊക്കെ ഒന്ന് സൈലൻ്റായി തുടങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ കൗൺസിലർ സജിനി മാഡം സംസാരിച്ചൊക്കെ തുടങ്ങി. കുട്ടികളായിട്ട് സംസാരിക്കാൻ, അതുപോലെ മാതാപിതാക്കൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കുട്ടികളെ നോക്കാനായിട്ട് ഒരുപാട് പാടാണ്. അതായത് ഓരോ മാതാപിതാക്കൾക്കും അറിയാമല്ലോ, കുട്ടികളെ നമ്മൾ അത്രയും കെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണത് അംഗനവാടിയിൽ നിന്നാണ്. അവർ ഷെയറിങ് പഠിക്കുന്നതും ഒക്കെ അംഗനവാടിയിൽ നിന്നാണ്. പിന്നെ ഓരോ നല്ല കാര്യങ്ങൾ നമ്മൾ അംഗനവാടിയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ കുട്ടികളോട് ഭയങ്കര സജിനി മാഡം ഇൻട്രാക്ട് ചെയ്യാണ്. എല്ലാവരും ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഷാനൂട്ടനും അവരോടൊപ്പം തന്നെ, കുട്ടികളോടൊപ്പം തന്നെ അവനും ഹായ് ഒക്കെ പറഞ്ഞു. പിള്ളേരോട് ഓരോന്ന് ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് സംസാരിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ കുട്ടികൾക്കും ബലൂൺ, അതുപോലെ തൊപ്പി, പിന്നെ ബിസ്ക്കറ്റ്, മിഠായി ഒക്കെ കൊടുത്തു. പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു. മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ജ്യൂസും അതുപോലെ പത്തിരി, പൊരിച്ച പത്തിരി അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ അതൊക്കെ കഴിച്ചു. അംഗനവാടിയുടെ തൊട്ടടുത്തുള്ളൊരു വീടിൻ്റെ ടെറസിലാണ് പരിപാടിയൊക്കെ നടന്നത്. ഇൻ കേസ് മഴയൊക്കെ പെയ്താലോ എന്ന് ഓർത്തിട്ട് ടെറസിൽ ഷീറ്റിട്ട ടെറസായിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ചിട്ടായിരുന്നു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് താഴെ അംഗനവാടിയിലേക്ക് വന്നതാണ്. ഇതാണ് കേട്ടോ അംഗനവാടിയുടെ ഉള്ളിൽ. സാധാ ഒരു കുഞ്ഞു വീടാണ്. 2 കുഞ്ഞു റൂമും അതുപോലെ ഒരു കുഞ്ഞു അടുക്കളയും ഒരു കുഞ്ഞു ഹോളൊക്കെ ആയിട്ടുള്ള ഒരു വീട് കേട്ടോ. ഇതാണ് അടുക്കള. പിന്നെ ഇത് ടോയ്സൊക്കെ വെച്ചേക്കുന്ന ഒരു റൂം. അതേപോലെ ഇപ്പുറത്തും അതേപോലെ ഒരു റൂമുണ്ട് കേട്ടോ. അങ്ങനെ ഷാനൂട്ടിനെ കൊണ്ട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഷാനൂട്ടിനെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഏട്ടൻ ഇനി ജോലിക്ക് പോകും കേട്ടോ. അങ്ങനെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഷാനൂട്ടിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബായ്.